യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 99% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ടാക്സ് കുറച്ചിട്ട് വിൽക്കാൻ കഴിയും. അത് ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ ചില വ്യാപാര കരാറിനപ്പുറം ചില ആയുധ കരാറുകൾ കൂടിയുണ്ട്. അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇനി ആയുധം നിർമ്മിക്കാനായിട്ട് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇന്ത്യ ഒരു ആയുധ നിർമ്മാണ കമ്പനി, കയറ്റുമതി രാജ്യം എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നു. സത്യത്തിൽ ഇതുകൊണ്ട് നേട്ടം ഇന്ത്യക്ക് മാത്രമാണോ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണോ? എന്താണ്? ഒരു കച്ചവടത്തിലാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഒരു പാലം പണിതാൽ, മലയാളത്തിൽ പറഞ്ഞാൽ പാലം പണിതാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ. ഇത് ആദ്യം നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയാണ്, യാതൊരു സംശയമില്ല. ഇത് ഏകദേശം 2 പതിറ്റാണ്ടായിട്ട് ഈ നെഗോസിയേഷൻ നടക്കുന്നതാണ്. അവർ വഴങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇവിടുത്തെ ഒരു ടേംസ് ഓഫ് റെഫറൻസും ഒരു ടേംസും യൂറോപ്യൻ യൂണിയൻസ് അംഗീകരിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ അവർക്ക് ഇന്ത്യയോട് പ്രത്യേക പ്രണയം തോന്നുന്നതിൻ്റെ കാരണം ആയുധ കച്ചവടം മാത്രമല്ല. ബിക്കോസ് വി ആർ ഓൾസോ ബൈ വി റീസെൻ്റ്ലി സൈൻ ഫോർ റഫേൽ. ട്രംപ് ചൈന വെടിവെക്കുന്നു. അതിൻ്റെ ബേസിക് അത്രേ ഉള്ളൂ. ഇപ്പോൾ ട്രംപിനെ മാത്രം നമ്പിയിരുന്നാൽ, മലയാളത്തിലുള്ള ചൊല്ലും ഞാൻ പറയുന്നില്ല, അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള ഒരു സോളിഡായിട്ടുള്ള ഒരു മാർക്കറ്റ് അവർക്ക് കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കമാരുള്ളൊരു മാർക്കറ്റിന് ഞാൻ കൂടി കച്ചവടം ചെയ്യുന്ന രാജ്യമുണ്ട് പറയാം, ദേ ക്യാൻ അബ്സോർവ് ക്വാണ്ടിറ്റി. ഇന്നും അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, യൂറോപ്പ് ആയാലും കൊള്ളാം, ഇന്ത്യ ആയാലും കൊള്ളാം, റൈറ്റ്? സോ ആ ഒരു മാർക്കറ്റ് ഏകദേശം പൂർണ്ണമായിട്ടും നിലയ്ക്കും. അപ്പോൾ അവർക്ക് ഈ താരിഫ്, എന്താ പറയുന്ന, പ്രസിഡന്റ് ഡൊണാൾഡ് താരിഫ് ട്രംപ് വെച്ചിരിക്കുന്ന പടക്കങ്ങളുടെ പ്രതിഫലനമാണ് ദേ കെയിം ഡൗൺ ആൻഡ് സൈൻ അപ്പ് വിത്ത് ഇന്ത്യൻ ഗവൺമെൻറ്, വിച്ച് ഇസ് വെരി വെരി ഗുഡ് ഫോർ ഇന്ത്യ. എനിക്ക് ഈ കച്ചവടത്തിലേക്കായും അല്ലെങ്കിൽ ഈ എന്നാ പറയുന്നത്, നമ്മുടെ കൊടുക്കൽ വാങ്ങണേക്കായും കൂടുതൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് താഴേക്കിടെയുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് വർക്ക് ചെയ്യുന്ന കുറേ വർക്ക് ഫോഴ്സിന് ജോലി കിട്ടും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ടെക്സ്റ്റൈൽ ഏരിയ, ഇത് നമ്മുടെ കെമിക്കൽ ഏരിയ, പ്ലസ് നമ്മളുടെ ലെതർ എക്സ്പോർട്ട്, റബ്ബർ എക്സ്പോർട്ട്സ്, ഇതിനെ അതുകൂടാണ്ട് സീ ഫുഡ്. ഓഫ് കോഴ്സ് ഐ ബിലോങ്സ് ടു സീ ഫുഡ്. ഇവിടെയൊക്കെ നമ്മൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ട്രംപ് ചൈനയുടെ വെടിവെപ്പിൽ ജോലി പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ആരും അവരെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ബിക്കോസ് ദേ ആർ ദി ലീസ്റ്റ് ബോതേർഡ് കമ്മ്യൂണിറ്റിയാണ്. അവർക്കെല്ലാം തിരിച്ച് ഫാക്ടറികൾക്കും പിന്നെ പ്രസ്ഥാനങ്ങൾക്കും തിരിച്ച് കയറാനുള്ളൊരു വഴി കിട്ടും എന്നുള്ളതാണ്. ഹാവിങ് സെഡ്, യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു 27 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ 10 കൊല്ലം ജീവിച്ചതാണ് ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്തിൽ. അതായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്. ഞാൻ താമസിച്ചിടത്ത് ഒരു 30 കിലോമീറ്റർ അകലെ ഞാൻ താമസിച്ചത്, ഈ ബ്രസൽസ് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് അതിന് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ബെൽജിയം 3 രാജ്യമാണ്. ബെൽജിയം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംസ്ഥാനം ഉള്ളൂ ഇന്ത്യയുടെ, അതുപോലും 3 രാജ്യങ്ങളാണ്. യു ഹാവ് ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലത് പിന്നെ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത്, വാലൂൺസ് എന്ന് പറയുന്നത്, പിന്നെ ജർമ്മൻ. അപ്പോൾ ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു വിഭാഗം, ഡച്ച് സംസാരിക്കുന്ന ഒരു വിഭാഗം, ജർമ്മൻ സംസാരിക്കുന്ന ഒരു വിഭാഗം, ഇത് 3 പേര് അടിച്ചു നിൽക്കുള്ളൂ. ഞാൻ ആ ഉദാഹരണം പറയാൻ കാരണം, ജസ്റ്റ് ഇമാജിൻ 27 രാജ്യങ്ങളിലെ എത്നിക് അവരുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് കൂടി കവർ ചെയ്തിട്ട് ഏതൊരു കോൺട്രാക്റ്റും പ്രാബല്യത്തിൽ വരൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് 99% താരിഫ് എടുത്ത് കളഞ്ഞിട്ട് നാളെ ഒരു സഞ്ചിയായിട്ട് മാർക്കറ്റിൽ പോകുന്ന പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ദാറ്റ് വേ. അവിടെ ഇപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റിൽ ഇനി ബില്ലായിട്ട് വരണം, എല്ലാ സ്റ്റേറ്റുകളിലേക്ക് അത് പോകണം അവരുടെ ഭാഷകളിൽ. ദെൻ ഇറ്റ് ഹാസ് ടു എൻഡോസ്, കം ബാക്ക്, ഗസറ്റുമാരോടെ പ്രസിദ്ധീകരിക്കണം. അത് മുഴുവൻ എല്ലാ പോർട്ട് ഓഫ് എൻട്രിയിലും ഡെസ്റ്റിനേഷനിൽ എത്തണം. അപ്പോഴേക്കും നമുക്ക് പിന്നെ ഇതിനൊരു കാലമുണ്ട്, ലൈക്ക് ഇത്ര കാറുകൾ എല്ലാം, നിങ്ങളത് ഫുള്ള് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഐ ഡോണ്ട് ബൈ ഹാർട്ട്, ലൈക്ക് ഇത്ര കാറുകളെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രേ ഉള്ളൂ എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഇതിനൊക്കെ കാലതാമസം ഉണ്ടാവും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. നമ്പർ 2, നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചം നമുക്ക് കിട്ടി. ഒരു ടണലിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇപ്പോൾ ഡാർക്കിൽ പോകുമ്പോൾ യു ക്യാൻ സി എന്താണ് ഒരു ലൈറ്റ് അവിടെ കിടപ്പുണ്ട്. ആ ലൈറ്റ് നമുക്കൊരു പ്രത്യാശയും ഒക്കെ തരുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ അതിനേക്ക് നമുക്ക് കുറച്ചും കൂടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. കൂടാണ്ട് ഈ പണിക്കാർക്ക് കുറച്ച് ജോലി കിട്ടും. പുതിയൊരു വിപണി തുടങ്ങാനേക്കാളുപരി യൂറോപ്പ് ഒരു പുതിയ വിപണിയല്ല ഇന്ത്യക്ക്, അതാദ്യം മനസ്സിലാക്കുക. വി ഓൾറെഡി സപ്ലൈ മെനി തിങ്സ്. മറ്റ് രാജ്യങ്ങളും കൂടി സപ്ലൈ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇക്വഡോർ, ബംഗ്ലാദേശ്, യു നെയിം ഇറ്റ്, മ്യാൻമാർ, യു നെയിം ഇറ്റ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. സോ $10 പ്രൊഡക്റ്റ് ഞാൻ കയറ്റുമ്പോൾ 10% ഡ്യൂട്ടി കെട്ടണം. ഞാനൊരു കണക്ക് പറയാം.
ദാറ്റ് മീൻ എൻ്റെ കോസ്റ്റ് ഈസ് $11 സെയിം ഒരു പ്രൊഡക്റ്റിന്. ഓക്കെ, മ്യാൻമാറിൽ നിന്നോ ഇക്കഡോറിൽ നിന്നോ പിന്നെ ബംഗ്ലാദേശിൽ നിന്നോ ചില $10 തന്നെ. സോ ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം വേറെ ഈ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കിട്ടാത്തത് മാത്രമേ ഇന്ത്യ കാറ്റർ ചെയ്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഡ്യൂട്ടി താരിഫ് കുറയ്ക്കുമ്പോൾ വി ആർ ക്വൈറ്റ് കേപ്പബിൾ ടു കോമ്പീറ്റ് വിത്ത് ദം. നമ്മുടെ പ്രൈസ് ശരിയാണ്, അതുകൊണ്ട് നമുക്കൊരു ബെറ്റർ മാർക്കറ്റിംഗ് കിട്ടും നമുക്ക്. പക്ഷേ ഇതിനകത്ത് ബഹുഭൂരിപക്ഷം അഡ്ജസ്റ്റഡ് ടു ദ റോ മെറ്റീരിയൽ സെഗ്മെൻറ്റിൽ പോകും. കാരണം ഒരു ഫാക്ടറിയും പിന്നെ $11 വിൽക്കുന്ന സാധനത്തിന് അത് അത്രയാണല്ലോ, അവന് അത്രയും വില കുറച്ചും കൂട്ടിയാണല്ലോ ഇവിടുത്തെ റോ മെറ്റീരിയൽ വാങ്ങിക്കുക. സോ എന്ത് താരിഫിൻ്റെ ബെനിഫിറ്റ് കിട്ടിയാലും കമ്പയർ ടു ദ റോ മെറ്റീരിയൽ റിസോഴ്സസ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യ. അതുപോലെ തന്നെ പണിക്കാർ അല്ലേ, നമ്മൾ ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു ഏരിയയാണ്. അവർക്കൊക്കെ ജോലി കിട്ടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ അതിന് ഇറ്റ് ടേക്ക് ഇസ് ഓൺ പേസ്. നമ്മൾ ചാടി കയറി ദൈവത്തോർത്ത് നാളെ യൂറോപ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞിട്ട് പോയത് അങ്ങനെയൊന്നും അവർ അംഗീകരിക്കുന്ന ആൾക്കാരല്ല. they take their own time, they don't have any choice, they came to us. They don't believe China to come to India. അതല്ല ഏറ്റവും പ്രധാനം. ചൈനയെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണെന്ന് കരുതി ഇന്ത്യയെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ട്രംപ് ചെയ്യുന്നത് എന്താ? ട്രംപ് എപ്പോഴും ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. 500% താരിഫ് കൂട്ടുന്നു, 250% താരിഫ് കൂട്ടുന്നു. അവിടെയാണ് ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാറ്റോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും കുറച്ച് വിള്ളൽ വന്നു. ഇപ്പോൾ നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടാൽ ഗ്രാജ്വലി ആണെങ്കിൽ പോലും അന്നൊരു നേട്ടത്തിലേക്കല്ലേ പോകുന്നത്. അമേരിക്കയുടെ ഒരു വെല്ലുവിളിക്ക് നമ്മളൊരു മറുപടി കൂടിയല്ലേ ഇപ്പോൾ സംഭവിക്കാൻ പോണത്. ഈ ചാനലിൽ ഞാനായിരുന്നു, എനിക്ക് തോന്നുന്നു 1 മാസം അങ്ങോട്ട് മുമ്പ് പറഞ്ഞിരുന്നു, ട്രംപ് ചൈന വെടിവെച്ചിടാൻ പോണത് മാർക്കറ്റുകൾ ഇന്ത്യ മാത്രമല്ല, ഹോൾ മാർക്കറ്റ് ഇൻക്ലൂഡിങ് ഈസ് കമ്മിങ് വിത്ത് അനദർ ബിൽ. ക്വയറ്റ്ലി എങ്ങനെ വർക്ക് ചെയ്യേണ്ട ഇത് ഈ ടാക്സേഷൻ ഫോർ ദ എയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ അമേരിക്കൻ കമ്പനികളിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ എയർ ചെയ്യാൻ പോണത് അല്ലേ? ആർ യു പേയിങ് എനി ടാക്സ് ഫോർ ഇറ്റ്? അമേരിക്കൻ കമ്പനികൾക്കോ അമേരിക്കയ്ക്കോ ദേ ആർ കമ്മിങ് സൂൺ. ദാറ്റ് മീൻ ദാറ്റ്സ് ഗോയിങ് ടു ബി എക്സ്പെൻസീവ്. ഇനി നാറ്റോ, ഞാൻ അവിടെ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് ബെൽജിയം, ബ്രസൽസ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് നാറ്റോ യൂണിയൻ, യൂണിയനൊക്കെ കേട്ടറിഞ്ഞ അറിവാണ്. ഈ ഗ്രീൻലാൻഡ് അങ്ങേർക്ക് വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങിയോടി ഇവർ പൊളിയാൻ തുടങ്ങി. ഗ്രീൻലാൻഡ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഡെൻമാർക്കാണ്, ആ നോർഡിക് കൺട്രിയുടെ ഭാഗം തന്നെയാണ്. 19,000 ആൾക്കാരുള്ള ഒരു വലിയ രാജ്യം. ഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ചെമ്മീനുണ്ട്, പന്തലൂരിസ് ബുരിയാലസ് എന്ന് തന്നെ പറയപ്പെടുന്നത്, പന്തലൂരിസ് ബുരിയാലസ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രദേശം എടുത്ത് പീലി, അതായത് ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ്. ഡെൻമാർക്കിലൊക്കെ ഞങ്ങൾ വിൽക്കാറുണ്ട്, അവിടെ നിന്നാണ് കിട്ടുന്നത്. സോ ആ രാജ്യം വേണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഐസ് മൂടി കിടക്കുന്ന സാധനമാണ്. അതിന് ഇച്ചിരി ഭാഗം കരയുള്ളൂ. അവിടെയാണ് ഈ 19,000 ആൾക്കാർ താമസിക്കുന്നത്. ഈവൻ ഡെൻമാർക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് യു കം ടു, ഞാൻ അങ്ങോട്ട് വരാം, ദ ഹോൾ പോപ്പുലേഷൻ ഓഫ് ഡെൻമാർക്ക് എൻ്റെ 90% താമസിക്കുന്ന ഒരൊറ്റ സിറ്റിയിലാണ്, കോപ്പൻഹേഗൻ. ബാക്കിയുള്ള രാജ്യത്താണ് ഈ ബാക്കി 10% സ്റ്റാർട്ടഡ്. വെൻ യു ട്രാവൽ ദിസ് കൈൻഡ് ഓഫ് കൺട്രി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു വണ്ടി പോലും ഓപ്പോസിറ്റ് വരാനില്ല. ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാളുടെ വെഡിത്തരെന്ന് പറയുള്ളൂ. വലിയ മനുഷ്യനാണ് ട്രംപ്. അതിൽ വിള്ളലുണ്ടാക്കിയത് ഈ ഗ്രീൻലാൻഡ് ഇയാൾ ഷാഡി പിടിക്കുന്നതുകൊണ്ട്. അയാൾ ഒന്നും കാണാണ്ട് ചെയ്യണമെന്നില്ല. ഇപ്പോഴും അവർക്ക് ഒരു അമേരിക്കയുടെ ഒരു ബേസ് അവിടെ ഉണ്ട്. സോ യു വാണ്ട് ടു ഹാവ് ദ സോവറിനിറ്റി. അത് ഒരിക്കൽ കൊടുത്താൽ പ്രോബ്ലം അവിടെ തീരുന്നില്ല. തായ്വാൻ വിൽ ഫോൾ ഇമ്മീഡിയറ്റ്ലി വിത്ത് ചൈന. കാരണം ഇയാൾ പോയി അറ്റാക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ വെനസ്വേല അയാൾ പിടിച്ചു വെക്കും. ഓക്കെ, റഷ്യ അപ്പോൾ ഉക്രൈൻ ഞങ്ങൾ എടുത്തോളാം, കുഴപ്പമില്ല. ഇപ്പോൾ ടാലിയായില്ലേ? അപ്പോൾ ഞങ്ങൾ ഞാൻ ഇറാനിലേക്ക് ഇതേ പടക്കപ്പൽ വെച്ചിട്ടുണ്ട്, ചെക്ക് മേറ്റ്. ഇയാൾ പറയും ഒരു കുഴപ്പമില്ല, ഗ്രീൻലാൻഡ് ഞങ്ങളെടുത്തു. ആൻഡ് ഈ കളിയിൽ പോകുമ്പോൾ ഒരു രാജ്യത്തിന് സുസ്ഥിരത ഉണ്ടാവില്ല. സോണിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലല്ലോ. ഇന്ത്യ ക്യാൻ ക്ലെയിം ബംഗ്ലാദേശ് അങ്ങനെയാണെന്ന് പറയാം, ഇന്ത്യ പറയില്ല ഒരിക്കലും. പക്ഷേ ഇതാവുമ്പോൾ എവിടെയാണ് ലോകസമ്മാനം എന്ന സാധനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ സമ്മതിക്കാത്തത്. ആൻഡ് പീപ്പിൾ, മാർക്കറ്റ്സ്, ദി കൺട്രീസ് ഓർ ദി പ്രസിഡൻറ്റ്സ് ഓർ ദി സ്റ്റേറ്റ്മാൻ നെവർ എവർ ഗോയിങ് ടു ബിലീവ് ട്രംപ് എനിമോർ. He is not a president of America. He is a president of his own wealth management system. He is creating wealth for his own companies and family. This is what happening. നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ കളിതാമശയോടെ പറയും, മോദിജി ആദ്യം പോയാൽ പിന്നാലെ അംബാനിയും അദാനിയും പിന്നാലെ പോയി വണ്ടിയിൽ വെച്ച് സേനാക്കി തിരിച്ചു വരും. അത്രയും കപ്പാസിറ്റി ആൾക്കാരോട് വേണ്ടേ? അതുകൊണ്ടല്ലോ പോയി സേനാക്കാൻ. അപ്പോൾ ഇവർ പോയാൽ ഇങ്ങരുടെ ഭാര്യയുടെ മോനും പിന്നെ ഭാര്യയുടെ സഹോദരനും പിന്നെ മോളുടെ ഭർത്താവും കൂടി പോകും പിന്നാലെ.
You see any contract, they will get. They went and signed Balochistan for recently. നിങ്ങൾ കേട്ടാണ് എന്തിനാണ് he hate Islam ഈ സംഭവിച്ചാൽ. ഇദ്ദേഹം പാകിസ്ഥാനിലെ പ്രസിഡന്റിനെ കൊണ്ടുപോയിട്ടില്ല, പ്രധാനമന്ത്രി കൊണ്ടുപോയിട്ടില്ല, മുനീർ എന്ന് പറഞ്ഞ പട്ടാള മേധാവിനെ കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ ഇങ്ങനെയാണ് മദ്യപിക്കാറില്ല, അങ്ങനെ മദ്യപിക്കില്ലാതെ കേൾക്കുന്നു. ഓക്കെ, കട്ടൻ ചായയും ഈ സമൂസയൊക്കെ കൊടുത്തിട്ട് ഈ ഹാസ് കമ്പനി ഗോട്ട് ദ റൈറ്റ് ഓഫ് ബലൂചിസ്ഥാനിലുള്ള എല്ലാ മെറ്റൽസും ഇപ്പൊ ആരുടെ കയ്യിലാണ്? അമേരിക്കയ്ക്ക് കിട്ടും. Of course. ചൈനയുടെ കയ്യിൽ നിന്ന് ചൈനയ്ക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് അത് കിട്ടുന്നില്ല. ഇല്ല, ഇവരെടുത്തു. പക്ഷെ മാഷെ ഞാൻ ചോദിക്കട്ടെ, ഈ അമേരിക്ക ഏതെങ്കിലും കാലത്ത് സമാധാനം വേണമെന്ന് കാക്ഷിക്കുന്നതാണ്? എല്ലായ്പ്പോഴും യുദ്ധം വേണം, യുദ്ധത്തിന് സമാനമായ സാഹചര്യം വേണം, ഇതല്ലേ അമേരിക്കയുടെ ഒരു തന്ത്രം എല്ലാ കാലം നോക്കിയാൽ? അമേരിക്കയുടെ പൊതു സ്വഭാവം എന്നെങ്കിലും ഈ ട്രംപിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു ഇതിക്ക് മുന്നേ എല്ലാ പ്രശ്നങ്ങളും. കാരണം അമേരിക്കക്ക് ഇങ്ങനെ എന്താണ് മറ്റുള്ളവരുടെ സ്വത്ത് അമാസ് ചെയ്യുക, അത് മാത്രമല്ല അവർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് അമേരിക്കയ്ക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന പ്രസിഡന്റുമാരാണ്. ഒന്ന്. രണ്ട്, അമേരിക്ക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുണ്യഭൂമിയാണ് എന്ന് അവരുടെ ഈ ഫ്രീഡം സ്റ്റാച്യു ഉണ്ടല്ലോ, ഈ സാധനം സാക്ഷാത്കരിക്കണമെന്ന് വിചാരിച്ചിരുന്ന അന്തസ്സുള്ള ആളുകളായിരുന്നു ശരിക്കും അതിന്റെ പ്രസിഡന്റുമാരെ. അത് കഴിഞ്ഞു. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ട്രംപിന് എന്തുകൊണ്ട് രണ്ടാമതും അമേരിക്കക്കാർ തെരഞ്ഞെടുത്തത്? സാറിന് ഞാനൊരു ഉത്തരം പറയാൻ ശ്രമിക്കാം. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അമേരിക്ക പോയി രക്ഷപ്പെടാനായിരുന്നു. ഞാൻ 24 വയസ്സിൽ അമേരിക്ക എത്തിയതാണ്. ഞാൻ അവിടെ എനിക്ക് മാൻഹാട്ടൻ ഞാൻ നടന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 100 അതിൽ കൂടുതൽ പ്രാവശ്യം അമേരിക്ക പോകുന്നുണ്ട്. എല്ലാ കൊല്ലം 2 പ്രാവശ്യമെങ്കിലും ഒരു വഴിപാട് പോലെ ഞങ്ങളവിടെ എത്താം, ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട്. ആൻഡ് ഐ ട്രാവൽ എ ലോട്ട് ഇൻ അമേരിക്ക. ഒരു അമേരിക്ക അങ്ങനെ പുണ്യഭൂമിയല്ല, സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമല്ല, ജനങ്ങളും അല്ല, അമേരിക്ക എന്ന കൺട്രിയും അല്ല. They need the fight. They need to sell the weapons. They need the fight. They need to sell the weapons. ഇന്നും എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ദ മോസ്റ്റ് പ്രജുഡീസ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അല്ലാതെ ഈ പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടുന്ന പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമാനത്തിൻ്റെയും കൊടി പിടിക്കുന്ന ആൾക്കാരൊന്നും അല്ലാതെ. ഇപ്പോഴുണ്ട് ആ വിവേചനം, വിവേചനം. ദ ബ്ലാക്സ്, വൈറ്റ്, ഈ KKK കമ്മ്യൂണിറ്റി വെരി 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 സ്ട്രോങ്. പിന്നെ നമ്മൾ ബ്രൗൺ, നമ്മളൊക്കെ ഇന്ത്യക്കാരല്ല, ബ്രൗൺ ഏഷ്യക്കാരാണ് നമ്മൾ, ഡേർട്ടി ഏഷ്യൻസ്. പിന്നെ ബ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ന്യൂയോർക്കിൽ ഫോർ എക്സാമ്പിൾ ട്രാവൽ ചെയ്താൽ ചില ഇപ്പോൾ ബ്രാങ്ക്സിൽ അല്ലെങ്കിൽ അങ്ങനെ ആ ഏരിയയിലൊക്കെ പോലെ യു കാൺ ഈവൻ ഫൈൻഡ് വൺ വൈറ്റ് ഡേ. ഒരു ഏരിയ തിരിച്ചു കൊടുത്തേക്കാം. അതിപ്പോൾ എല്ലാ സിറ്റികളിലും സംഭവിക്കുന്നുണ്ട് ലോകത്ത് മുഴുവനും. സോ ബട്ട് സാറ് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ഇതാണ്, ട്രംപിന് മുമ്പുള്ള അമേരിക്ക കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. ഈ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് അയാൾ എടുക്കുന്ന മുതലെടുപ്പിന് ഒരു ദിവസം അമേരിക്ക വില കൊടുക്കേണ്ടി വരും, തീർച്ചയാണ്. ഇപ്പം അയാൾ ചെയ്യണത് എല്ലാവരും തൂത്തുമാറി, അയാളൊരു സമ്പന്നതയുടെ അടിത്തട്ടിൽ വന്ന ആളാണ്. ഈ ഡസൻ നോ വാട്ട് ഈസ് പോവർട്ടി, ഈ ഡസൻ നോ ദ വാല്യൂ ഓഫ് ഫുഡ്, ഈ ഡസൻ നോ എനിത്തിങ് എൽസ്, ഈ നെവർ സ്റ്റേഡ് ഇൻ എ സ്ട്രീറ്റ്. അപ്പോൾ അയാളെ കണ്ണിൽ മുഴുവൻ അങ്ങനത്തെ ഉള്ളൊരു മതം മതി. അല്ലെങ്കിൽ പാലസ്തീനിൽ യുദ്ധം നടക്കുമ്പോൾ ഗാസയിലെ പുള്ളി വെട്ടിത്തിരി പറഞ്ഞില്ല. ഗാസയിൽ എല്ലാവരും നമുക്ക് വേറെ ഐലൻഡിൽ കൊണ്ടു വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വിപുലീകരിക്കുക. ഏതെങ്കിലും ഒരു പ്രസിഡന്റ് പറയുമോ അത്? കേരളത്തിലൊരു യുദ്ധം നടക്കുന്നു, കേരളത്തിൽ മലയാളികൾ മുഴുവൻ നമുക്ക് ഝാർഖണ്ഡിൽ കൊണ്ടിടാം, എന്നിട്ട് കേരളത്തിനെ നമ്മളൊരു പറുദീസയാക്കി മാറ്റാം. ഇവിടെ ജനിച്ച് ജീവിച്ച് മണ്ണടയാൻ തീരുമാനിച്ച ആൾക്കാർ ഝാർഖണ്ഡിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹിന്ദി പഠിക്കാൻ പോകണം. അല്ല, അതുമാതിരത്തെ എത്രയോ പ്രസ്താവനകൾ നടത്തുന്നത്. അപ്പൊ കാനഡയൊക്കെ അയാളുടെ സംസ്ഥാനമാണെന്ന് അയാൾ പ്രഖ്യാപിച്ചു. ഇന്നലെ പത്രത്തിൽ വായിച്ചു, 50% വിമാനങ്ങളുണ്ട്, ചെറിയ വിമാനങ്ങൾ പണിയുന്നു, താരിഫ് 50% ഫ്രം ടുമോറോ. അയാൾ നേരം വിളിക്കുക ഏത് സൈഡിൽ അയാൾ പിന്നെ അയാളുടെ പെണ്ണുമ്പള മെലാനിയായിട്ട് തലൂടി എന്നൊരു കാര്യം ഏത് രാജ്യം മാപ്പ് വെച്ച് നോക്കുക കൊടുക്കുക. ഇയാൾക്ക് നേരെ പറയാൻ പറ്റില്ല, ഒരു 50% അയാൾക്ക് കയറ്റി കൊടുക്കുക. അത്ര ലാഘവത്തോടെ എടുക്കുന്ന ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൊടുക്കൽ വാങ്ങലിന് ഒരു എന്താണ് താളമുണ്ട് അല്ലേ? ആ താളം മുഴുവൻ തെറ്റിക്കുന്ന ഒരു അരവട്ടനായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റിന്. പക്ഷെ ജനങ്ങൾക്ക്, ഞാൻ സാറ് പറഞ്ഞ ഒരു വലിയ കാലം, എന്തുകൊണ്ടാണ് ആളുകൾ രണ്ടാമതൊരു പ്രസിഡന്റ് ആയെന്ന് വെച്ചാൽ അവിടെ ജനങ്ങൾ ഫെഡപ്പ്. ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസ് കയറാൻ തുടങ്ങി അമേരിക്ക. ദേ റൂൾ സം ഓഫ് ദ പ്ലേസസ്. ലാറ്റിൻ അമേരിക്ക ഇഷ്ടം പോലെ, ഇപ്പോൾ വെനസ്വേല ഫോർ എക്സാമ്പിൾ, പനാമ, എൽ സാൽവഡോർ, കൊളംബിയ, ഈക്വഡോർ,
ഈ 5 രാജ്യങ്ങൾ ഇതാണ്. ഇതൊക്കെ ഞാൻ ചുറ്റിക്കറങ്ങിയിട്ടുള്ള ബാക്ക് പോക്കറ്റ്. ഇവിടുത്തെ ഉള്ള ആൾക്കാരാണ്. ആൻഡ് മെക്സിക്കൻ കൺട്രോൾസ് ഒരു മെജോറിറ്റി ഓഫ് ലോസ് ആഞ്ചലസ് ഇപ്പോഴും. ദേ സ്പീക്ക് ഓൺലി സ്പാനിഷ് ദർ, നോ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഏരിയയിൽ ജീവിക്കണമെങ്കിൽ സ്പാനിഷ് അറിയണം. ഇംഗ്ലീഷ് വേണ്ട, സ്പാനിഷ് അറിയണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ നല്ലത്, പക്ഷെ അവിടെ ആരും സംസാരിക്കില്ല. സോ ഈ ഏരിയയിൽ അവർ അധിനിവേശം നടത്തിയപ്പോൾ ലോക്കൽ ആൾക്കാർ പെട്ടുപോയി. അമേരിക്കയിലെ പല ഇപ്പോൾ നടുവിലൊക്കെ സംസാരിച്ചില്ല. ഇപ്പോൾ ആസ്പൻ, ഇപ്പോൾ ഹൂസ്റ്റൺ, ടെക്സാസിൻ്റെ ഉള്ളിൽ പോയാൽ അവർ വേലികളൊന്നും കെട്ടില്ല വീടുകൾക്ക്. ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എസ്റ്റേറ്റുള്ള ഒരു വീട്, അപ്പുറത്തൊരു വീട്. ആരും നമ്മുടെ മാതിരി മതിൽ കെട്ടില്ല. ഇപ്പം കെട്ടാൻ തുടങ്ങി. ബിക്കോസ് ഈ വേറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒരുപാട് കയറാൻ തുടങ്ങി. അതിനെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെതിരെ ഉച്ചവെച്ചതും അതിനൊരു ഫലപ്രദമായി നടപടിയെടുക്കുന്നതും പ്രസിഡൻ്റാണ്. അതുകൊണ്ടാണ് ലോക്കൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അതിനെതിരെ പേടിച്ചിട്ട് ഒബാമ ആയിക്കോട്ടെ, അതിനു മുമ്പ് കാർട്ടർ ആയിക്കോട്ടെ, പിന്നെ ഇങ്ങനെ ബുഷ് അപ്പനും മോനായിക്കോട്ടെ, they didn't have a guts because they had so much of other family investment in Mexico, in these countries. അവർ അതിനൊന്നും പറയില്ലായിരുന്നു. whereas these presidents say nothing doing out. അയാൾ കാണിച്ചുണ്ടോ കൈയൊക്കെ കെട്ടി എല്ലാത്തിനെയും കൊണ്ടുവന്നു. അപ്പോൾ അത് ലോക്കൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിലേക്കോ അധികം ബംഗാളികൾ വന്നു. ഇനി ബംഗാളികൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്രാമസഭയും നിയമസഭയൊക്കെ ഭരിക്കാൻ തുടങ്ങിയാൽ സാർ എന്ത് ചെയ്യും? അതിനെതിരെ ഞാനിവിടെ ജനിച്ച് എൻ്റെ അപ്പൂപ്പന്മാരുടെ കാലം തുടങ്ങിയില്ലേ, അതിനോട് ഇനി പോവോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് പ്രസിഡന്റ് ആയത്. പക്ഷേ ഈ അരവട്ടനെയാണല്ലോ ദൈവമേ കയറ്റി വെച്ചത് എന്ന് ഇന്ന് ഒരു പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവാം. പക്ഷേ രണ്ട് തരത്തിൽ ചിന്തിക്കട്ടെ. ട്രംപ് എന്ന് പറയുന്ന ആൾ അരവട്ടനാണ് എന്നതിനപ്പുറത്തേക്കായിട്ട് ഒരു ബിസിനസ് മാനില്ല. അയാൾ പോകുന്ന എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് അയാളുടെ മരുമകൻ ബിസിനസ് സംരംഭമായിട്ട് ഇരുന്നത്, അല്ലെ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാകിസ്ഥാനിൽ പോയി ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ബിസിനസ്, എല്ലായിടത്തും ബിസിനസ്. അദ്ദേഹം അത് പറയണ്ടല്ലോ. ഈ ഡിസ്പെക്ട് ഓഫ് ഓൾ ദ താരിഫ് പ്രോബ്ലംസ്, ഇഷ്യൂസ്, എവറിഥിങ്, അയാളുടെ പേഴ്സണൽ വർത്ത് ഞാൻ ഇതൊക്കെ വായിച്ചറിഞ്ഞാലാണ് $1.3 ട്രില്യൺ കൂട്ടി എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രസിഡന്റിന്റെ വെൽത്ത് കൂട്ടി. അങ്ങനെ കച്ചവടത്തിനാണ്, അങ്ങനെ കച്ചവടം. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ നമ്മൾ യൂറോപ്പിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഹി ഹേറ്റ് ഈ ഡീല്, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സൈൻ ആക്കിയത്. ആൻഡ് ഹി വാസ് വെരി ഫ്യൂരിയസ്. ഹി സെഡ് അവരങ്ങനെ ചെയ്തു അല്ലേ, ഐ വിൽ ഷോ ദം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്. ബിക്കോസ് ഇന്ത്യ ഒന്ന് ആലോചിച്ചു, EU, ഇന്ത്യ, റഷ്യ, ചൈന ഒരു സാധനം ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചോ, നടക്കാൻ സാധ്യതയില്ല. എന്ത് നല്ല നടക്കാത്ത സ്വപ്നം എന്ന് നമുക്ക് പറയാം. കാരണം ചൈനക്കാരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. സോ ചൈന, റഷ്യ, EU, ഇന്ത്യ ഒരു 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 ഫോർമാറ്റിൽ കയറി എന്ന് വെച്ചാൽ അത് അമേരിക്ക ദോഷം ചെയ്യും. ദെൻ ദ ഡോളർ സ്റ്റാർട്ട് കൊളാപ്സിങ്. ഇന്നൊന്നും ഡോളർ നമുക്ക് തൊടാനുള്ള വേറെ കറൻസി ഇല്ല. ഇന്നൊന്നും അമേരിക്കൻ മാർക്കറ്റിന് വെല്ലാൻ പറ്റിയ മാർക്കറ്റ് ഇന്നുമില്ല, ഇപ്പോഴും ഇല്ല. അത് ക്യാപ്ചർ ചെയ്യണം. അത് അവർക്കും ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. അല്ലാണ്ട് ട്രംപിനെ നമുക്ക് പിന്നെ പാഠം പഠിപ്പിക്കാൻ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇത് വാതിൽ തുറന്നിട്ടെന്ന് വെച്ചാൽ വിഡ്ഢികളുടെ മറ്റേ ലോകത്താണ് അവരുള്ളത്. അമേരിക്ക മാതിരിയുള്ള ഇത്രമാത്രം അബ്സോർവ് ചെയ്യാൻ പ്രൊഡക്റ്റുകളും സർവീസുകളും അബ്സോർവ് ചെയ്യാൻ പറ്റിയ വേറൊരു രാജ്യം ഈ ലോകത്തില്ല. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് അവർക്കും ഇന്ത്യ മാതിരിയുള്ള ഒരു രാജ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ സം റീസൺ നമ്മൾ ഈ റഷ്യനെ ചേർന്ന് നിൽക്കണേ കൊണ്ടും ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഈ രണ്ട് രാജ്യങ്ങളായിട്ട് നമുക്ക് ഭയങ്കര ബന്ധമാണ്, പുരാതന കാലം മുതലുണ്ട്. നമ്മൾ ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് കൂടെ നിന്ന് റഷ്യ മാത്രമേ ഉള്ളൂ. അതുപോലെ എന്നയുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ പറഞ്ഞാലും അവിടെ മാനുഷികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള രാജ്യമാണ് ഇറാൻ. അവിടെ നിന്നും പക്ഷേ ഇന്ത്യക്ക് അവർക്കൊരു സഹോദര രാജ്യത്തിൻ്റെ സ്നേഹം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇറാനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. സോ വി ആർ ഓൾ വാം വെൽക്കം. പക്ഷെ ആ വാം വെൽക്കം നിങ്ങൾക്ക് അമേരിക്ക കിട്ടില്ല. അവർ പറയും, പ്രവർത്തിക്കുന്ന വേറെ ആയിരിക്കും. ആ വാം വെൽക്കം കാണിക്കാത്ത രാജ്യമാണ് റഷ്യ. ബട്ട് യു ആർ ഓൾവേസ് വെൽക്കം ഇൻ റഷ്യ. അപ്പോൾ വെസ്റ്റേൺ രാജ്യത്തിലേക്ക് പോകുന്നവരും യു ആർ സെക്കൻഡ് ക്ലാസ് സിറ്റിസനാണ്. ഇങ്ങോട്ട് പോകുന്നവരും യു ആർ ഓക്കെ. അപ്പോൾ നമ്മളെ മദർ ഓഫ് ഓൾ ഡീൽസ് ഇറ്റ്സ് ഗുഡ് ഫോർ ഇന്ത്യ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അത് നമുക്ക് സ്വർഗരാജ്യം കൊണ്ടുതരും എന്നുള്ളതിന് അത്ര പ്രതീക്ഷ എനിക്കില്ല. ബട്ട് ഇറ്റ്സ് ഓപ്പണിംഗ് അപ്പ് എ ന്യൂ മാർക്കറ്റ്. ടെക്സ്റ്റൈൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറയാറായിട്ടില്ല. വി ആർ ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് അതർ കൺട്രീസ് ഞാൻ പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം നമുക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, GSP, ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് കസ്റ്റംസിൽ. GSP അത് സൈനാക്കുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് ഡെവലപ്പ് കൺട്രി കൊടുക്കുന്ന ഒരു പരിഗണന അത്രയുള്ളൂ. സോ വെൻ യു ഹാവ് GSP, ആ
നമ്മൾ കസ്റ്റമറിൽ ഫയൽ ചെയ്ത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കയറ്റിടുമ്പോഴും വി ഗെറ്റ് കസ്റ്റം ഡ്യൂട്ടി താരിഫ് കുറയ്ക്കും. 10 എന്നുള്ളത് ചിലപ്പോൾ 5 കിട്ടും. അതിപ്പോൾ ഇന്ത്യയുടെ ഏകദേശം അടപ്പ് തീർക്കാറായി. വേറൊരു പ്രയോജനം ഈ ഈ ഈ യൂറോപ്യൻ സിഗ്നേച്ചറിൽ ഈ ഡീലിൽ വി മൈറ്റ് ഗെറ്റ് ബെറ്റർ എക്യുപ്മെൻറ്റ്സ്, യൂറോപ്യൻ എക്യുപ്മെൻറ്റ്സ് ടു പ്രോസസ് പ്രൊഡക്ട്സ് ഇൻ ഇന്ത്യ. പണ്ട് ഇറക്കാൻ ഭയങ്കര ഡ്യൂട്ടി ആയിരുന്നു, പക്ഷെ ഇപ്പം ഡ്യൂട്ടി ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ അങ്ങോട്ട് കയറ്റുന്നത് മാത്രമല്ല, അവിടെ നിങ്ങോട്ട് വരുന്നതിന് ഡ്യൂട്ടി ഇല്ലല്ലോ. ഞാൻ കാത്തിരിക്കുന്നത് മറ്റേ കുപ്പിയിൽ എത്ര കുറയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമഗ്രികൾക്കാണ്. പക്ഷേ സോ മച്ച് ഓഫ് നല്ല എക്യുപ്മെൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഫ്രം ഇവിടെ നമ്മളുള്ള നോർവേ ഫോർ എക്സാമ്പിൾ, നോർഡിക് കൺട്രീസിൽ നിന്ന്, സ്പെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്നൊക്കെ നല്ല മെഷീൻസ് വന്നാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ഈ നമ്മൾ നേരത്തെ 100%, 50% നമുക്ക് ബോഡി അതൊക്കെ കുറയണത് ഇന്ത്യൻ ഇൻഡസ്ട്രീനെ കുറച്ചും കൂടി ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാം, കോമ്പീറ്റ് ചെയ്യാം മാർക്കറ്റിൽ പോയിട്ട്. അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഒരു നീക്കം നടത്തുന്നു, ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ആ തന്ത്രത്തെ പൊളിക്കുന്നു, അങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റും. ട്രംപിൻ്റെ വെടി മേലേക്ക് വെടി വെച്ചപ്പോൾ ഭയന്ന 2 EU-യും ഇന്ത്യയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഇത് 20 കൊല്ലമായിട്ട് നെഗോഷിയേഷൻ നടന്ന നോക്കിയാൽ ഇപ്പോൾ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ താങ്ക് യു പറയേണ്ട ആർക്കാ ഇപ്പോൾ? ട്രംപിന്. താങ്ക് യു പ്രസിഡന്റ് ഡൊണാൾഡ് താരിഫ് ട്രംപ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.